നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രശസ്ത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ സിനിമകളും അതിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയവും നേരിട്ട വെല്ലുവിളികളുമൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതെ. നമ്മുടെ കയ്യിലുള്ളത് പനാഹിയെക്കുറിച്ചുള്ളൊരു ലേഖനവും അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാചകവുമാണ്. ആ ഫുട്ബോളിനെക്കുറിച്ചുള്ളത്. അതെ. ഇറാനിലെ സ്ത്രീകളുടെ അവസ്ഥ ലോകത്തെ അറിയിക്കാൻ അദ്ദേഹം സിനിമ എങ്ങനെ ഉപയോഗിച്ചു, പിന്നെ ആ വിലക്കുകളെ എങ്ങനെ മറികടന്നു എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യം ആ ഫുട്ബോളിന്റെ കാര്യം തന്നെ എടുക്കാം, അല്ലേ? അദ്ദേഹം അതൊരു രൂപകമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇറാനിലെ സ്ത്രീകൾ നേരിടുന്ന വലിയ വിവേചനം കാണിക്കാൻ ഞാൻ ഫുട്ബോൾ ഒരു മെറ്റഫറായി ഉപയോഗിക്കുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളുടെയും ഒരു കാടൽ അതാണ്. ശരിയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ എന്നത് വെറുമൊരു കളിയല്ല. അല്ലേയല്ല, സ്ത്രീകൾക്ക് സ്റ്റേഡിയത്തിൽ കയറാൻ പറ്റാത്ത ആ ഒരവസ്ഥ, അത് വലിയൊരു സാമൂഹിക പ്രശ്നത്തിന്റെ ചിഹ്നമായിട്ടാണ് പനാഹി കാണുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം കേന്ദ്രബിന്ദു അപ്പോൾ ഈ സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ? തീർച്ചയായും. ആ ഫുട്ബോൾ രൂപകം ഏറ്റവും വ്യക്തമായി കാണുന്ന സിനിമ ഓഫ്സൈഡ് ആണല്ലോ, 2006 വന്നത്. ആ സ്റ്റേഡിയത്തിൽ കയറാൻ നോക്കുന്ന പെൺകുട്ടികളുടെ കഥ. ആ സിനിമ എങ്ങനെയാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്? വെറുതെ ഒരു കഥ പറയുകയാണോ? അല്ല, ഓഫ്സൈഡ് ശരിക്കും വളരെ സിമ്പിളായ ഒരു കഥയാണ് പറയുന്നത്. പക്ഷെ അതിലൂടെ ആ നിയമത്തിന്റെയൊക്കെ യുക്തിയില്ലായ്മ, അതിന്റെ ഒരു ക്രൂരത, അതൊക്കെ പനാഹി കാണിച്ചു തരുന്നുണ്ട്, കുറച്ച് നർമ്മമൊക്കെ ഉപയോഗിച്ചിട്ട്. പിടിക്കപ്പെട്ട പെൺകുട്ടികളും ആ പട്ടാളക്കാരും തമ്മിലുള്ള സംസാരം, അതിലൂടെ ഇറാനിയൻ സമൂഹത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഇത് വെറും ഒരു മാച്ച് കാണുന്നതിന്റെ കഥയല്ല. സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള സ്ത്രീകളുടെ ആ ഒരു ആഗ്രഹമില്ലേ, അതാണ് അതിന്റെ കാതൽ. ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തുടക്കം അബ്ബാസ് കിയാറോസ്താമിയുടെ കൂടെയായിരുന്നല്ലോ. അതെ, അസിസ്റ്റന്റായിട്ട്. എന്നിട്ട് ആദ്യത്തെ സിനിമ ദി വൈറ്റ് ബലൂൺ 1995 അതിന് തന്നെ കാൻ ഫെസ്റ്റിവലിൽ വലിയ അംഗീകാരം കിട്ടിയില്ലേ? ഗോൾഡൻ ക്യാമറ കിട്ടി. ദ വൈറ്റ് ബലൂൺ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ ഇറാനിയൻ ജീവിതം കാണിച്ചു തന്നു. പിന്നെ ദ മിറർ എന്ന സിനിമ വന്നു. അത് സിനിമയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർത്തികളൊക്കെ അതൊരു പരീക്ഷണമായിരുന്നു. അതെ. പക്ഷേ ഈ സ്ത്രീ രാഷ്ട്രീയം ഏറ്റവും ശക്തമായി വന്നൊരു സിനിമ ദ സർക്കിൾ ആണ്. ദ സർക്കിൾ അത് നേരിട്ടുള്ള വിമർശനമായിരുന്നല്ലോ. വളരെ ശക്തമായ സിനിമയായിരുന്നു. ഇറാനിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ആ അടിച്ചമർത്തലുകൾ, ദൈനംദിന ജീവിതത്തിലെ നിയന്ത്രണങ്ങൾ, അതൊക്കെ ഒരു ഡോക്യുമെന്ററി പോലെ തന്നെ കാണിച്ചു. അത്രയും ധൈര്യമായിട്ടൊരു സിനിമ ഇറാനിൽ എങ്ങനെ സ്വീകരിക്കപ്പെട്ടു? പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമല്ലോ. തീർച്ചയായും. ദി സർക്കിൾ ഇറാനിൽ ബാൻ ചെയ്തു, ഔദ്യോഗികമായി നിരോധിച്ചു. പനാഹിക്ക് ഇത്തരം സിനിമകളുടെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ക്രിംസൺ ഗോൾഡ്, അതും സാമൂഹികമായ അസമത്വങ്ങളെക്കുറിച്ചായിരുന്നു. ഈ വിമർശനങ്ങളൊക്കെ അവസാനം അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്കും വിലക്കിലേക്കും നയിച്ചു. 2010 ആ വിലക്ക് വളരെ കടുത്തതായിരുന്നില്ലേ? അതെ. 20 വർഷത്തേക്ക് സിനിമ ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല, അഭിമുഖം കൊടുക്കാൻ പാടില്ല, രാജ്യം വിടാൻ പാടില്ല, അങ്ങനെ പലതും. എന്നിട്ടും അദ്ദേഹം സിനിമ ചെയ്തു എന്നത് അത്ഭുതം തന്നെ. ആ വിലക്കിന്റെ സമയത്ത് സിനിമ ചെയ്ത രീതി, അതൊരു പ്രതിഷേധം കൂടിയായിരുന്നില്ലേ? അതാണ് പനാഹിയുടെ ഒരു പ്രതിഭയും നിശ്ചയദാർഢ്യവും. ആ വിലക്കിനെ മറികടന്ന വഴികൾ അസാധാരണമായിരുന്നു. ദിസ് ഇസ് നോട്ട് എ ഫിലിം, ഓർമ്മയില്ലേ? സ്വന്തം വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. അതെ, ഐഫോണിൽ ഷൂട്ട് ചെയ്ത് ഒരു കേക്ക് ബോക്സിൽ USB ഡ്രൈവ് ഒളിപ്പിച്ച് കാൻ ഫെസ്റ്റിവലിൽ എത്തിച്ചു. അതുപോലെ ക്ലോസ്ഡ് കർട്ടൻ, പിന്നെ ടാക്സി, ഇവയെല്ലാം ആ പരിമിതികളെ ക്രിയേറ്റീവായിട്ട് മറികടന്ന സിനിമകളാണ്. ടാക്സിയെക്കുറിച്ച് എന്തായാലും പറയണം. 2015 സിനിമ ടെഹ്റാനിലൂടെ ടാക്സി ഓടിക്കുന്ന പനാഹി. അതെ, അദ്ദേഹം തന്നെ ഡ്രൈവർ. യാത്രക്കാരുമായി സംസാരിക്കുന്നു, അവരുടെ ജീവിതം കാണിക്കുന്നു. ആ സിനിമയ്ക്ക് ബെർലിനിൽ ഗോൾഡൻ ബെയർ കിട്ടി. എന്തായിരിക്കും അതിന്റെ ആ ഒരു ആഗോള സ്വീകാര്യതയ്ക്ക് കാരണം? ടാക്സിയുടെ വിജയം, ഒന്ന് അതിന്റെ ഒരു ലാളിത്യം, സത്യസന്ധത. സാധാരണക്കാരുടെ സംസാരത്തിലൂടെ ഇറാനിലെ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നു. പിന്നെ പനാഹി നേരിടുന്ന ആ വിലക്കിന്റെ പശ്ചാത്തലത്തില് ഇങ്ങനെയൊരു സിനിമ വരുന്നത് തന്നെ വലിയൊരു രാഷ്ട്രീയ പ്രസ്താവനയാണ്. ഒരു ടാക്സിക്കുള്ളിലിരുന്ന് അദ്ദേഹം ഒരു രാജ്യത്തെ കാണിച്ചു തന്നു. ശരിയാണ്. ആ ഒരു സർഗാത്മകത ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. അതിലെ അദ്ദേഹത്തിന്റെ അനന്തരവൾ പറയുന്ന കാര്യങ്ങൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇറാനിലെ സ്ത്രീകളുടെ അവസ്ഥയും മറ്റ് സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിലെ പനാഹി വലിയൊരു പങ്കുവഹിച്ചു എന്ന് പറയാം. നിസ്സംശയം. അദ്ദേഹത്തിന്റെ സിനിമകൾ വെറും സിനിമകളല്ല, സാമൂഹിക മാറ്റത്തിനുള്ള ശബ്ദങ്ങൾ കൂടിയാണ്.
ഇറാനിലെ സ്ത്രീ ജീവിതം ധൈര്യത്തോടെ കാണിച്ചു, ഭരണകൂടത്തിന്റെ വിലക്കുകളെ നേരിട്ടു. അതെ, ആ അടിച്ചമർത്തലുകളെ സർഗാത്മകമായിട്ട് പ്രതിരോധിച്ചു. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ സിനിമകൾ ചർച്ച ചെയ്തു, അംഗീകരിച്ചു. ചുരുക്കത്തിൽ പനാഹിയുടെ ജീവിതം ഒരു കലാകാരന്റെ പോരാട്ടം തന്നെയാണ്. കല ഉപയോഗിച്ചുള്ള പോരാട്ടം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ച് ഈ കടുത്ത നിയന്ത്രണങ്ങളും വിലക്കുകളും ഒക്കെ വരുമ്പോൾ അത് അവരുടെ ആവിഷ്കാരത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക? ചിലപ്പോൾ അത്തരം പ്രതിസന്ധികൾ പുതിയ, കൂടുതൽ ശക്തമായൊരു സിനിമാ ഭാഷയുണ്ടാക്കാൻ സഹായിക്കുമോ? അതൊരു നല്ല ചോദ്യമാണ്. ഇത് നിങ്ങൾക്കും ആലോചിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണ്.